ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ ചുമലിലേൽക്കുന്നത് ഒരു വീട്ടമ്മയാകും. വീടും കുട്ടികളെയും കൈകാര്യം ചെയ്യുന്നത് മുതൽ കുടുംബാംഗങ്ങൾക്ക് പിന്തുണ നൽകുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതിനാൽ ഒരു വീട്ടമ്മയുടെ ജോലി കഠിനമാണ്. പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ പണത്തിന് ആവശ്യം വന്നാൽ അതും ഒരു വെല്ലുവിളിയാകും. ഇത്തരത്തിൽ പണം ഉടനടി ആവശ്യമായി വരുമ്പോൾ പെട്ടെന്ന് ലഭിക്കുന്ന വായ്പകളാണ് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ആശ്രയമാകുന്നത്. വീട്ടമ്മമാർക്ക് എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യാമെന്നും പെട്ടെന്ന് ലഭിക്കുന്ന വായ്പകൾ എങ്ങനെ എടുക്കാമെന്നും അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി പരമ്പരാഗത വായ്പകളേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും ഇൻസ്റ്റന്റ് വായ്പകളും ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് ലഭ്യമാക്കുന്നുണ്ട്. കുറച്ച് ക്ലിക്കുകളിലൂടെ ഓൺലൈനായി വായ്പയ്ക്കായി അപേക്ഷിക്കാം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പണം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. വളരെയധികം ചതിക്കുഴികളുള്ള ഈ ഒരു ഇന്റർനെറ്റ് ലോകത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ കൈകാര്യം ചെയ്യുവാൻ. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന വീട്ടമ്മമാരാണ് നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം പേരും. അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞുവെച്ച് ഇത്തരം സഹായങ്ങൾ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. അതിൽ ഏറ്റവും ആദ്യമായി അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പരിശോധിക്കാം. ന്യായമായ പലിശ നിരക്കുകളാണ് പ്രധാനം. സ്ത്രീകൾക്കുള്ള പ്രത്യേക വായ്പകളുടെ പലിശ നിരക്ക് സാധാരണ വായ്പകളേക്കാൾ കുറവാണ്. ഒപ്പം തന്നെ കുറഞ്ഞ പ്രോസസ്സിംഗ് ചാർജുകൾ. സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള വ്യക്തിഗത വായ്പകളുടെ പ്രോസസ്സിംഗ് ഫീസ് സാധാരണയായി ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും കുറവാണ്. ഈട് ആവശ്യമില്ല എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് പണം ലഭിക്കുന്നു. അപേക്ഷ അംഗീകരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇനി ഇത്തരത്തിലുള്ള ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സ്ത്രീകൾക്കായി നടത്തുന്ന വ്യക്തിഗത വായ്പകൾ നേടിയെടുക്കുവാൻ ആവശ്യമായ രേഖകളെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ഐഡന്റിറ്റി പ്രൂഫായി ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID. വിലാസ തെളിവിനായും ഈ ആധാർ കാർഡോ പാസ്പോർട്ടോ പാൻ കാർഡോ യൂട്ടിലിറ്റി ബിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് IDയോ നമുക്ക് ഉപയോഗിക്കാം. ലോണിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങളെക്കുറിച്ചും പരിചയപ്പെടണം. ആദ്യഘട്ടമായി ബാങ്കിൻ്റെയോ ധനകാര്യ സ്ഥാപനത്തിൻ്റെയോ വെബ്സൈറ്റിലേക്കോ മൊബൈൽ ആപ്പിലേക്കോ നമ്മൾ കടന്നു ചെല്ലുക. ലോഗിൻ ചെയ്യുന്നതിന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത സെൽഫോൺ നമ്പർ നൽകുക. ലിസ്റ്റിൽ നിന്നും വ്യക്തിഗത വായ്പ തിരഞ്ഞെടുക്കുക. ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് ആവശ്യമായ ഫയലുകൾ അറ്റാച്ച് ചെയ്യുക. അപേക്ഷ അംഗീകരിച്ചതിന് ശേഷം ലോൺ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. വളരെ ഈസിയായി കൃത്യമായ രേഖകളിലൂടെ നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് തന്നെ പലിശ നിരക്കുകളെയും അടവുകളെക്കുറിച്ചും കൃത്യമായ ബോധ്യം നമ്മൾ നേടിയെടുക്കണം എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് 24 ന്യൂസ് മലയാളം.